കുട്ടികളെ എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഉഴുന്നും കുറച്ച് കടലപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 5-6 അല്ലി വെളുത്തുള്ളി നന്നാക്കിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6 വറ്റൽമുളകും ഒരു 10 ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമണം മാറുന്നവരെ അതും വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെല്ലിക്ക വലിപ്പം ആവശ്യത്തിന് വലിപ്പം പുളി എന്ന് വെച്ചാൽ നെല്ലിക്ക വലിപ്പം പുളിയും ഒരു ചെറിയ തക്കാളിയും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം നന്നായി മൂത്ത് വന്നു. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി. ഞാനിന്ന് ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായി എടുത്തിരിക്കുന്നത്. അത് വെന്തത് ഒരു കാസറോളിലേക്ക് മാറ്റുന്നുണ്ട്. ഇഡ്ഡലിക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കറിയും ചമ്മന്തിയുമാണ് ഇന്ന് ഇഡ്ഡലിക്ക്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.